രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചെഴുതുന്ന ബില്ലുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള 3 നിയമങ്ങളാണ് ഇതോടെ ചരിത്രമായിരിക്കുന്നത്. IPCയും CRPCയും എടുത്തുമാറ്റി പകരം പുതിയ നിയമങ്ങളാകും ഇനി മുതൽ. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ സംഹിത എന്നിവയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ. ഇവ പ്രകാരം രാജ്യത്ത് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഡൽഹിയിലെ കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു തെരുവ് കച്ചവടക്കാരനെതിരെയാണ് ആദ്യത്തെ കേസ് എടുത്തിരിക്കുന്നത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ഫുട് ഓവർ ബ്രിഡ്ജ് തടസ്സപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 285 പ്രകാരമാണ് കേസ്. അതേസമയം നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായി പുതിയ നിയമങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്ന പോസ്റ്ററുകൾ ദേശീയ തലസ്ഥാനത്തിൽ ഉടനീളം വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ പതിച്ചിട്ടുണ്ട്. നിയമങ്ങളെക്കുറിച്ചും അവ കൊണ്ടുവരുന്ന മാറ്റങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് ഈ പോസ്റ്ററുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യയിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ വ്യാപകമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും കൊളോണിയൽ കാലഘട്ടത്തിലെ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യും. ഭാരതീയ ന്യായ സംഹിത എന്തെന്ന് നമുക്ക് നോക്കാം. ഭാരതീയ ന്യായ സംഹിതയിൽ 388 വകുപ്പുകളുണ്ട്. അതിൽ IPCയിലെ 511 വകുപ്പുകളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സംഹിതയിൽ ആകെ 20 പുതിയ കുറ്റകൃത്യങ്ങൾ ചേർത്തിട്ടുണ്ട്. 33 കുറ്റകൃത്യങ്ങൾക്കുള്ള തടവ് ശിക്ഷ വർദ്ധിപ്പിച്ചു. 83 കുറ്റകൃത്യങ്ങളിൽ പിഴ തുക വർദ്ധിപ്പിക്കുകയും 23 കുറ്റകൃത്യങ്ങളിൽ നിർബന്ധിത മിനിമം ശിക്ഷ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. 6 കുറ്റകൃത്യങ്ങളിൽ കമ്മ്യൂണിറ്റി സേവനത്തിനുള്ള ശിക്ഷ കൊണ്ടുവരികയും നിയമത്തിൽ 19 വകുപ്പുകൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ നീക്കം ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഭാരതീയ ന്യായ സംഹിത സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന പേരിൽ ഒരു പുതിയ അധ്യായം അവതരിപ്പിക്കുകയുണ്ടായി. കൂടാതെ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ സംഹിത നിർദ്ദേശിക്കുന്നുണ്ട്. കൂട്ടബലാത്സംഗത്തിന് 20 വർഷം വരെ തടവും ലഭിക്കും. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമമാണെങ്കിൽ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഇനി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സംഹിതയിൽ 531 വിഭാഗങ്ങളുണ്ട്. അതായത് CRPCയുടെ 484 വിഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സംഹിതയിൽ ആകെ 177 വ്യവസ്ഥകൾ മാറ്റുകയും 9 പുതിയ വിഭാഗങ്ങളും 39 പുതിയ ഉപവിഭാഗങ്ങളും ചേർക്കുകയും ചെയ്തു. അടുത്തതായി ഭാരതീയ സാക്ഷ്യ സംഹിതയാണ്. ഇതിൽ 170 വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും. യഥാർത്ഥ 167 വ്യവസ്ഥകളിൽ നിന്ന് ആകെ 24 വ്യവസ്ഥകൾ മാറ്റി. 2 പുതിയ വ്യവസ്ഥകളും 6 ഉപവ്യവസ്ഥകളും കൂട്ടിച്ചേർക്കുകയും 6 വ്യവസ്ഥകൾ അതിൽ നിന്ന് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 60 ദിവസത്തിനകം കോടതി കുറ്റപത്രം സമർപ്പിക്കണം. ഇതോടൊപ്പം കേസിൽ വാദം പൂർത്തിയായി 30 ദിവസത്തിനകം വിധി പറയണം. വിധി പ്രസ്താവിച്ചതിന് ശേഷം അതിന്റെ പകർപ്പ് 7 ദിവസത്തിനകം നൽകണം. കസ്റ്റഡിയിലെടുത്ത ആളുടെ കുടുംബത്തെ പോലീസ് രേഖാമൂലം അറിയിക്കണം. അത് ഓഫ്ലൈനായോ അല്ലെങ്കിൽ ഓൺലൈനായോ വിവരങ്ങൾ നൽകേണ്ടി വരും. 7 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷയുള്ള കേസുകളിൽ ഒരു വനിതാ കോൺസ്റ്റബിൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ ഇരയുടെ മൊഴി രേഖപ്പെടുത്തി നിയമ നടപടികൾ ആരംഭിക്കേണ്ടത് പോലീസാണ്. ഇനി അടുത്തതായി തടവുകാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജയിലിൽ വർദ്ധിച്ചു വരുന്ന തടവുകാരുടെ ഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സിവിൽ സെക്യൂരിറ്റി കോഡിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിയമത്തിന്റെ 479 വകുപ്പ് പ്രകാരം വിചാരണ തടവുകാരൻ ശിക്ഷയുടെ 1/3 കൂടുതൽ ജയിലിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങാം. എന്നാൽ ആദ്യമായി കുറ്റകൃത്യം ചെയ്യുന്ന തടവുകാർക്ക് മാത്രമേ ഈ ഇളവ് ലഭിക്കൂ. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചെയ്ത ഇത്തരം തടവുകാർക്ക് ജാമ്യം ലഭിക്കില്ല. ഇതിനു പുറമെ ശിക്ഷ ഇളവ് സംബന്ധിച്ചും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്.